ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. സൺറൈസേഴ്സ് ഹൈദരാബാദ് വേഴ്സസ് മുംബൈ ഇന്ത്യൻസ്. കഴിഞ്ഞ വർഷം ഇതേ ഗ്രൗണ്ടിൽ നടന്ന സൺറൈസേഴ്സ് ഹൈദരാബാദ് മുംബൈ ഇന്ത്യൻസ് മത്സരത്തിലാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ഒരു ന്യൂ ബാറ്റിംഗ് ടെംപ്ലേറ്റിന്റെ എക്സ്ട്രീം വെർഷൻ നമ്മൾ കണ്ടത്. അതായത് ഒരു ടീം 300 അടിക്കുന്നുണ്ടെങ്കിൽ അത് തങ്ങളായിരിക്കുമെന്ന് അവർ ഉറക്കെ പ്രഖ്യാപിച്ച മത്സരം. അന്നത്തെ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ 277 റൺസാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് സ്കോർ ചെയ്തത്. പക്ഷേ മുംബൈ ശക്തമായി തന്നെ തിരിച്ചടിച്ചു. 240 റൺസിന് മുകളിൽ അവർ അവിടെ സ്കോർ ചെയ്യുകയും ചെയ്തു. അതിനുശേഷം കഴിഞ്ഞ സീസണിൽ അവർ വാങ്കഡയിൽ ഏറ്റുമുട്ടി. എന്നാൽ ആ മത്സരത്തിൽ സൺറൈസേഴ്സിന് 200 കടക്കാനായില്ല. മുംബൈ ഇന്ത്യൻസ് അനായാസം ആ സ്കോർ ചേസ് ചെയ്യുകയും ചെയ്തു. ഈ സീസണിലേക്ക് വന്നാൽ ഇവർ ആദ്യം കണ്ടുമുട്ടിയത് വാങ്കഡയിലാണ്. വാങ്കഡയിൽ സൺറൈസേഴ്സിന് ലഭിച്ചത് ഒരു ബെൽറ്റർ എന്ന് പറയാവുന്നതോ അല്ലെങ്കിൽ ഒരു ബാറ്റിംഗ് പാരഡൈസ് എന്ന് പറയാവുന്നതോ ആയ ഒരു പിച്ചല്ല. ഒരു സ്ലോ പിച്ചായിരുന്നു, ബാറ്റിംഗ് ഡിഫിക്കൽട്ട് ആയിരുന്നു. അപ്പോൾ ആ മത്സരത്തിൽ ഒരു നല്ല സ്കോർ എടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അത് മാത്രമല്ല, ഈ കഴിഞ്ഞ 2 സീസണുകളിൽ ആദ്യമായിട്ട് പവർ പ്ലേയിൽ നമ്മുടെ ട്രാവിസ് ഹെഡും അഭിഷേക് ശർമ്മയും പുറത്തായില്ലെങ്കിലും ഒരു വളരെ ലോ സ്കോർ മാത്രമാണ് അവർക്ക് ആ ഒരു 6 ഓവറിൽ സ്വന്തമാക്കാനായത്. അപ്പോൾ അവരെ വരിഞ്ഞു മുറുക്കാൻ നമ്മുടെ മുംബൈ ഇന്ത്യൻസിനായി. എന്നിട്ട് ആ സ്കോർ മുംബൈ അവിടെ ചേസ് ചെയ്യുകയും ചെയ്തു. ആ മത്സരത്തിന് ശേഷമാണ് മുംബൈ ഇന്ത്യൻസ് ഇപ്പോൾ ഹൈദരാബാദിൽ എത്തുന്നത്. ഇപ്പോൾ കഴിഞ്ഞ സീസണിലേതുപോലെ ഒരു ബെൽറ്റർ, ഒരു ബാറ്റിംഗ് ഫ്രണ്ട്ലി പിച്ച് ഒരുക്കിയായിരിക്കുമോ സൺറൈസേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ കാത്തിരിക്കുന്നതെന്ന് നമുക്കിന്നറിയാം. ഇനി ഈ 2 ടീമുകളുടെയും ഈ സീസണിലേക്ക് വരുമ്പോൾ ഹോസ്റ്റായ സൺറൈസേഴ്സിന്റെ കാര്യം കഷ്ടമാണ്. 7 മത്സരങ്ങളിൽ നിന്ന് 2 വിജയങ്ങൾ മാത്രമാണ് അവർക്ക് സ്വന്തമാക്കാനായിട്ടുള്ളത്. ഇപ്പോൾ അവരുടെ അറ്റാക്കിംഗ് സ്റ്റൈൽ ഓഫ് ക്രിക്കറ്റിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഈ ഒരു സ്റ്റൈലിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സക്സസിനെ പോലെ തന്നെ ഫെയിലിയേഴ്സിനും ഹൈ ചാൻസ് ഉണ്ട്. അത് ഈ സീസണിൽ തുടർച്ചയായിട്ട് പലതവണ സംഭവിച്ചു. ഇപ്പോൾ എണ്ണം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ സീസണിനേക്കാൾ കൂടുതൽ ഫെയിലിയേഴ്സ് വന്നതുകൊണ്ട് തന്നെ പല മത്സരങ്ങളിലും ഇവർക്ക് 200 പോലും കടക്കാനായില്ല. തുടർച്ചയായ തോൽവികളും ഏറ്റുവാങ്ങി. ഇവര് ജയിച്ച 2 മത്സരങ്ങളും ഹൈദരാബാദിൽ തന്നെയായിരുന്നു. ഒന്ന് രാജസ്ഥാൻ റോയൽസിനെതിരെ ഒരു ഹൈ സ്കോറിംഗ് മാച്ച് ആയിരുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തേത് പഞ്ചാബ് കിങ്സിനെതിരെ 245 എന്നൊരു സ്കോർ അനായാസം അവർ ചേസ് ചെയ്യുകയാണ് ഉണ്ടായത്. ഈ 2 മത്സരങ്ങളിലും അവരുടെ ടോപ്പ് ഓർഡർ നന്നായിട്ട് കളിച്ചു. ഇപ്പോൾ രണ്ടാമത്തെ മത്സരത്തിൽ അഭിഷേക് ശർമ്മ ഒരു റെക്കോർഡ് ബ്രേക്കിംഗ് സെഞ്ചുറിയൊക്കെ അടിച്ചു. ഇപ്പോൾ ഇവരിൽ നിന്നൊരു സ്റ്റാർട്ട്, അതായത് അഭിഷേക് ശർമ്മയിൽ നിന്നും ട്രാവിസ് ഹെഡിൽ നിന്നും ഒരു സ്റ്റാർട്ട് കിട്ടിയില്ലെങ്കിലാണ് ഇവരുടെ കാര്യം പ്രശ്നത്തിലാവുന്നത്. ഇവർ തോറ്റ മത്സരം എല്ലാം എടുത്താൽ നമുക്ക് ഇവരുടെ പവർ പ്ലേയിൽ വിക്കറ്റ് വീണതായിട്ട് കാണാൻ പറ്റും. ഇനി പവർ പ്ലേയിൽ വിക്കറ്റ് വീഴാതെ തോറ്റൊരു മത്സരം മുംബൈക്കെതിരെയായിരുന്നു. ആ ഒരു സ്ലഗ്ഗിഷ് പിച്ചിൽ ഇവർക്ക് നന്നായിട്ട് കളിക്കാൻ കഴിഞ്ഞില്ല. ട്രാവിസ് ഹെഡൊക്കെ ഒരു 30 പന്ത് നിന്നിട്ടും 100-ൽ താഴെയായിരുന്നു ഹെഡിന്റെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ബാറ്റിംഗ് വൈസ് അവർ അത്രയും സ്ട്രഗിൾ ചെയ്തൊരു മത്സരമായിരുന്നു. ഇനി ഇന്നത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ അതൊക്കെ മറന്നു കളഞ്ഞിട്ട് നമ്മുടെ ഹൈദരാബാദിൽ ഒരു റൺ ഫീസ്റ്റ് ഒരുക്കാൻ തന്നെയായിരിക്കും സൺറൈസേഴ്സിന്റെ ശ്രമം. ഇനി ഇവരുടെ സ്ട്രഗിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ടോപ്പ് ഓർഡർ ഫെയിൽ ആവുന്ന മത്സരങ്ങളിൽ ഇവരെ ഉയർത്തിക്കൊണ്ടുവരാൻ മിഡിൽ ഓർഡറിന് കഴിയുന്നില്ല. ഇപ്പോൾ അനികേത് വർമ്മ നല്ല ഫോമിലാണ്, ഈ സീസണിലെ നല്ലൊരു ഫൈൻഡ് ആണ്. മധ്യപ്രദേശ് ലീഗിൽ അനികേത് കാണിച്ച ഫോം നമ്മുടെ IPL-ലും തുടരുന്നുണ്ട്. എങ്കിലും ഇപ്പോൾ നിതീഷ് റെഡ്ഡി നല്ല ഫോം ഔട്ടാണ്. അതുപോലെ തന്നെ ഹൈൻറിഷ് ക്ലാസിനും കാര്യമായിട്ട് 35 എന്നതാണ് ഈ സീസണിലെ ഹൈൻറിഷ് ക്ലാസിന്റെ ഹയസ്റ്റ് സ്കോർ. അപ്പോൾ മിഡിൽ ഓർഡർ സ്ട്രഗ്ലിംഗ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു ടോപ്പ് ഓർഡർ പെട്ടെന്ന് പുറത്തായി കഴിഞ്ഞാൽ ആ ഒരു വെയിറ്റ് ക്യാരി ചെയ്യാനായിട്ട് മിഡിൽ ഓർഡറിന് കഴിയുന്നില്ല. അപ്പോൾ അതൊരു പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മികച്ചൊരു സ്റ്റാർട്ട് കിട്ടേണ്ടത് ഇവരുടെ ആവശ്യമാണ്. ഈ സീസണിൽ നിതീഷ് റെഡ്ഡി ആവറേജ് ചെയ്യുന്നത് ഒരു 21 മാത്രമാണ്. ഇപ്പോൾ നിതീഷ് റെഡ്ഡിയുടെ ഈ സീസണിലെ കൂടുതൽ കണക്കുകൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആകെ 131 റൺസാണ് സ്കോർ ചെയ്തിരിക്കുന്നത്. സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് 113.9 ആണ്. അതായത് അത്രയും ഒരു മോശം ഫോമിലൂടെയാണ് നിതീഷ് റെഡ്ഡി കടന്നു പോകുന്നത്. അപ്പോൾ നിതീഷ് ഫോമിലേക്ക് വരേണ്ടത് സൺറൈസേഴ്സിന്റെ ആവശ്യമാണ്. അതുപോലെ ഹൈൻറിഷ് ക്ലാസിനും ഒരു മികച്ച സ്കോർ കണ്ടെത്തേണ്ടത് സൺറൈസേഴ്സിന്റെ ആവശ്യമാണ്. ഇനിയിപ്പോൾ ബോളിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി കഷ്ടമാണ് കാര്യങ്ങൾ. ഇപ്പോൾ ഞാൻ പല വീഡിയോകളിലും പറഞ്ഞ പോലെ കഴിഞ്ഞ സീസണിൽ ഇവരുടെ ബോളിംഗിന് പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ ബാറ്റിംഗ് കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ സക്സസ് ആവുന്നതുകൊണ്ട് ബോളേഴ്സിന്റെ ഒരു പ്രശ്നം കാര്യമായിട്ട് പുറത്ത് പ്രകടമായിരുന്നില്ല. ഇനി ഈ സീസൺ വന്നപ്പോൾ ബാറ്റേഴ്സ് ഫെയിൽ ആയതോടുകൂടി ആ ഒരു ബോളേഴ്സിന്റെ ഇനഫിഷ്യൻസി ഗ്ലെയറിംഗ് ആയിട്ട് കാണാൻ തുടങ്ങി. ഇപ്പോൾ മുഹമ്മദ് ഷമിയുടെ ആവറേജ് എന്ന് പറയുന്നത് 50-ന് മുകളിലാണ്. അതുപോലെ പാറ്റ് കമിൻസ് ആവറേജ് ചെയ്യുന്നത് 36 ആണ്. അതുപോലെ സ്പിന്നേഴ്സിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കുറവ് വിക്കറ്റ് എടുക്കുന്നതും അതുപോലെ വേസ്റ്റ് ഇക്കോണമിയും സൺറൈസേഴ്സിന് തന്നെയാണ്. അപ്പോൾ ബോളിംഗിൽ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ ബാറ്റിംഗിൽ നല്ലൊരു പെർഫോമൻസ് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇവർ വിജയത്തിലേക്ക് തിരികെ എത്തൂ. അല്ലാതെ ചെറിയൊരു സ്കോർ എടുത്തിട്ട് റെസ്ട്രിക്ട് ചെയ്യാനൊന്നും ഇവരെ കൊണ്ട് തൽക്കാലം ഈ ഒരു ഫോം വെച്ച് സാധിക്കുന്ന ഒന്നല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാറ്റിംഗിലാണ് ഇവരുടെ സകല പ്രതീക്ഷയും. ഇനി മുംബൈ ഇന്ത്യൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം മുംബൈ ഇന്ത്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രോളൊക്കെ ചെയ്യാറുണ്ട്. അതായത് ദൈവത്തിന്റെ പോരാളികൾ തോറ്റുകൊണ്ടേ തുടങ്ങാറുള്ളൂ. മിക്ക സീസണുകളിലും അവർ സ്ലോ സ്റ്റാർട്ടാണ്, പിന്നീട് കത്തിക്കയറുന്നതാണ് അവരുടെ ഒരു രീതി. ഈ സീസൺ നോക്കിയാലും ആദ്യത്തെ 5 മത്സരങ്ങളിൽ 1 മത്സരം മാത്രമാണ് മുംബൈ ഇന്ത്യൻസ് ജയിച്ചത്. എന്നിട്ട് അടുപ്പിച്ച് 3 മത്സരങ്ങൾ ജയിച്ചു. അതോടെ 8 മത്സരങ്ങളിൽ നിന്ന് 4 വിജയങ്ങളുമായി 6ാം സ്ഥാനത്തെത്തി. ഇന്നൊരു വിജയം കൂടി അവർക്ക് സ്വന്തമാക്കാനായാൽ അവർ 3ാം സ്ഥാനത്തേക്ക് കയറും. അപ്പോൾ തുടക്കത്തിൽ എവിടെ കിടന്നതാണെന്ന് കൂടി ആലോചിക്കണം. അപ്പോൾ ഈ ഒരു വിജയത്തോടെ അവർക്ക് 3ാം സ്ഥാനത്ത് എത്താൻ സാധിക്കും. അത് മാത്രമല്ല പ്ലേ ഓഫ് സ്പോട്ടിലേക്ക് ശക്തമായിട്ടൊരു കോമ്പറ്റീഷൻ കൊടുക്കാനും മുംബൈ ഇന്ത്യൻസിന് കഴിയും. അപ്പോൾ അങ്ങനെയാണ് അവരുടെ ഒരു സീസൺ പാൻ ഔട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അവരുടെ ടീം നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ഓഫ് മാച്ച് വിന്നേഴ്സ് ആണ്. ഇവർ ജയിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സ്റ്റാർ സ്റ്റഡഡ് ലൈനപ്പാണ് മുംബൈ ഇന്ത്യൻസിൻ്റെത്. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ രോഹിത് ശർമ്മയും ഫോമിലേക്ക് വന്നു. ഈ സീസണിൽ ഇതേവരെയുള്ള മത്സരങ്ങളിലെല്ലാം
പവർ പ്ലേയിൽ പുറത്തായ രോഹിത് മികച്ചൊരു 50യോടെ വന്നു. സൂര്യകുമാർ യാദവ് സീസൺ തുടങ്ങിയപ്പോൾ ഒരു ലീൻ ബാച്ചിലായിരുന്നു. സൂര്യയും ഫോമിലേക്ക് വന്നിട്ടുണ്ട്. റിക്കിൾട്ടൺ ഒരു നല്ല സ്റ്റാർട്ട് നൽകുന്നുണ്ട്. അതുപോലെ തിലക് വർമ്മ ഫോമിലാണ്. ഹാർദിക് പാണ്ഡ്യയിൽ നിന്ന് ബോൾ കൊണ്ടും ബാറ്റ് കൊണ്ടും കോൺട്രിബ്യൂഷൻ ലഭിക്കുന്നുണ്ട്. നമാൻദർ വേണ്ട മത്സരങ്ങളിൽ ആ ഒരു ഫിനിഷിംഗ് ടച്ച് നൽകുന്നുണ്ട്. ബോളിംഗിൽ ട്രെന്റ് ബോൾട്ട് പവർ പ്ലേയിൽ എല്ലാ മത്സരങ്ങളിലും സ്ട്രൈക്ക് ചെയ്തില്ലെങ്കിൽ കൂടി ആ വേരിയേഷൻസ് ഒക്കെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തുടർച്ചയായിട്ട് യോർക്കറുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടു. ബുംറ ഇഞ്ചുറിയിൽ നിന്ന് വന്നിട്ട് ആ ഒരു പഴയ രഥത്തിലേക്ക് പെട്ടെന്ന് തന്നെ എത്തി. അധികം എക്സ്പെൻസീവ് ആവുന്നൊന്നുമില്ല. ബുംറ വിക്കറ്റും എടുക്കുന്നുണ്ട്. ദീപക് ചഹാറാണ് പിന്നെ ഈയിടെയായിട്ട് കുറച്ച് എക്സ്പെൻസീവ് ആവുന്നത്. പിന്നെ സാൻഡറും തന്നെ ഒരു ഫോമിലേക്ക് എത്തിക്കഴിഞ്ഞു. പിന്നെ അതുപോലെ തന്നെ അശ്വിനി കുമാർ കഴിഞ്ഞ മത്സരത്തിൽ എക്സ്പെൻസീവ് ആയി എങ്കിലും നല്ലൊരു ഫൈൻഡ് ആണ്. ഇനി അവർക്ക് സ്പിന്നറെ വേണമെങ്കിൽ കരൺ ശർമ്മ ഇപ്പം വീണ്ടും ഇഞ്ചുറി ആയിട്ട് പുറത്തു പോയി. വിഘ്നേഷ് പുത്തൂരിനെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ ഇവർക്ക് ടീമിൽ തലവേദനകളൊന്നുമില്ല. അത് മാത്രമല്ല ഇവരുടെ പ്ലേയേഴ്സ് ഒക്കെ ഫോമിൽ കൂടിയാണ്. അങ്ങനെ വരുമ്പോൾ ഇനി ഒരു ഹൈ സ്കോറിംഗ് മാച്ച് ആയാലും മികച്ചൊരു വെല്ലുവിളി ഉയർത്താനായിട്ടുള്ള കെൽപ്പ് നമ്മുടെ മുംബൈ ഇന്ത്യൻസിനുണ്ട്. ഇനി പിച്ച് കണ്ടീഷൻസിലേക്ക് വന്നാൽ മത്സരം നടക്കുന്നത് ഹൈദരാബാദിലാണ്. ഒരു റൺ മഴ, ഒരു റൺ ഫീസ്റ്റ് ഒഴുകുന്ന ഗ്രൗണ്ടാണ്. കഴിഞ്ഞ 8 മത്സരങ്ങളിൽ 4 തവണ 240 മുകളിൽ സ്കോർ വന്ന ഒരു സ്റ്റേഡിയമാണ് ഹൈദരാബാദിലേത്. അതുകൊണ്ട് തന്നെ ഹൈ സ്കോറിംഗ് മത്സരം തന്നെ പ്രതീക്ഷിക്കാം. സൺറൈസേഴ്സ് ഹൈദരാബാദിനും അത് തന്നെയാണ് വേണ്ടത്. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ വാങ്കഡയിൽ കിട്ടിയ പോലെ ഒരു ഡിഫിക്കൽട്ടി പിച്ചല്ല അവർക്ക് വേണ്ടത്. അവർക്ക് ഈസി ആയിട്ട് സ്ട്രോക്ക് മേക്കിങ്ങിനെ പിന്തുണയ്ക്കുന്ന ഒരു പിച്ചാണ് അവർക്കും ആവശ്യം. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ബെൽറ്റർ തന്നെ ആയിരിക്കും എന്നാണ് പ്രതീക്ഷ. ഇൻ കേസ് അത് ബാറ്റിങ്ങിന് കുറച്ചെങ്കിലും ഡിഫിക്കൽട്ട് ആയി കഴിഞ്ഞാൽ അത് മുംബൈ ആയിരിക്കും ഒന്നുകൂടി സ്യൂട്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഹൈ സ്കോറിംഗ് മാച്ച് തന്നെ പ്രതീക്ഷിക്കാം. ഈ ഒരു ടീം കോമ്പിനേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ സൺറൈസേഴ്സ് ബാറ്റിംഗ് ഷോർട്ട് ആയിരുന്നു. അപ്പോൾ അഭിനവ് മനോഹർ ടീമിലേക്ക് തിരികെ വരാൻ ചാൻസ് ഉണ്ട്. ഇനി അഭിനവിനെ കളിപ്പിച്ചില്ല എങ്കിൽ അഥർവ തൈദ ആയിരിക്കും ടീമിലേക്ക് വരിക. അല്ലാതെ വലിയ മാറ്റങ്ങൾക്ക് സാധ്യത കാണുന്നില്ല. ഇഷാൻ മലിംഗ കുഴപ്പമില്ലാതെ കളിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിയാൻ മുൾഡറിനെ ഇഷാൻ മലിംഗയ്ക്ക് വരെ ഇറക്കാൻ സാധ്യത ഞാൻ കാണുന്നില്ല. ഇനി മുംബൈ ഇന്ത്യൻസിന്റെ കാര്യത്തിലേക്ക് വന്നാൽ അവർക്ക് ആ ഒരു വിന്നിംഗ് കോമ്പിനേഷൻ ടിങ്കർ ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല. ഇൻ കേസ് എന്തെങ്കിലും ഒരു ഇഞ്ചുറി സ്കെയർ ഉണ്ടെങ്കിൽ മാത്രമേ അവരുടെ ടീമിൽ ഒരു ചേഞ്ച് ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് പ്രെഡിക്റ്റഡ് പ്ലേയിങ് ടൂളിന്റെ കാര്യങ്ങൾ. ഇനി പ്ലേയേഴ്സ് ടു വാച്ച് ഔട്ട് ഫോർ. സൺറൈസേഴ്സിന് നിരയിൽ നിന്ന് നിതീഷ് കുമാർ റെഡ്ഡി, ഹൈൻറിച്ച് ക്ലാസൻ, ഇവരെ ഞാൻ എടുത്തു പറഞ്ഞതിന്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലായി കാണും. സൺറൈസേഴ്സിന്റെ മിഡിൽ ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രഗ്ലിംഗ് ആണ്. അപ്പോൾ നിതീഷിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സും ആ ഹൈൻറിച്ച് ക്ലാസിന്റെ ഒരു ടോപ്പ് സ്കോർ ഒക്കെ ഞാൻ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ അവരുടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടാവും എന്ന് കാണാൻ ഞാൻ കാത്തിരിക്കുകയാണ്. അതുപോലെ മുംബൈ ഇന്ത്യൻസിന്റെ സൈഡിൽ നിന്നും തിലക് വർമ്മയെ ഞാൻ പറയുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ തിലകിന്റെ ഹോം ഗ്രൗണ്ട് ആണ്. തിലക് ഒരു ഹൈദരാബാദ് സ്വദേശിയാണ്. തിലകിന്റെ ഹോം ഗ്രൗണ്ടിലാണ് മത്സരം നടക്കുന്നത്. അപ്പോൾ അവിടെ തിലക് മുംബൈ ഇന്ത്യൻസിന് വേണ്ടി എങ്ങനെ പെർഫോം ചെയ്യുമെന്നതും ഞാൻ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? തുടർച്ചയായ 4ാം വിജയം സ്വന്തമാക്കാൻ ഇന്ന് മുംബൈ ഇന്ത്യൻസിന് കഴിയുമോ? അതോ സൺറൈസേഴ്സ് ഹൈദരാബാദ് ആയിരിക്കുമോ വിജയിക്കുക? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.